നമസ്കാരം. മോദി യുഗത്തിലെ ഇന്ത്യൻ ഗവർണർമാരെക്കുറിച്ച് സംസാരിക്കാതെ ഈ പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ ഇന്ത്യ പൂർണ്ണമാകില്ല. ഭരണപരമായ തുടർച്ചയ്ക്കും സന്തുലിതാവസ്ഥയ്ക്കും വേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഗവർണറുടെ പദവി സംസ്ഥാനത്ത് നിലനിർത്താൻ തീരുമാനിച്ചത്. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ പദവി എന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയാണ്. സംസ്ഥാനത്തിൻ്റെ തലവനും നാമമാത്രമായ അധികാരിയും ഗവർണറായിരിക്കും. ഗവർണർ ഇല്ലാതെ സംസ്ഥാനത്തെ നിയമസഭയുടെ ഔപചാരിക ഘട്ടങ്ങളൊന്നും തന്നെ പൂർണ്ണമാവുകയില്ല. മുഖ്യമന്ത്രിയെ നിയമിക്കുക, ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുക, നിയമസഭ വിളിച്ചു ചേർക്കുക, നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനുമതി കൊടുക്കുകയോ രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യുകയോ ചെയ്യുക, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സുഗമമായ ബന്ധം ഉറപ്പാക്കുക എന്നിങ്ങനെ വിപുലമായ ഭരണഘടനാ ബാധ്യതകളാണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർക്കുള്ളത്. നരേന്ദ്രമോദിയുടെ കാലത്തെ ഗവർണർമാർ പ്രത്യക്ഷത്തിൽ തന്നെ BJPയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്ന ഏജന്റുമാരായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചത്. നിയമസഭാ ഭൂരിപക്ഷമുള്ള സഖ്യകക്ഷികളെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിൽ തടയുക, മന്ത്രിസഭ ശുപാർശ ചെയ്തിട്ടും നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാതെ ഇരിക്കുക, നയപ്രഖ്യാപന പ്രസംഗങ്ങൾ തിരുത്തുക, ജനകീയ പിന്തുണയുള്ള നിയമസഭകളെ നിഷേധിക്കുക, നിയമങ്ങൾ അനിശ്ചിതകാലം തടഞ്ഞു വെക്കുക, അകാരണമായി നിയമങ്ങൾ രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യുകയോ മടക്കി അയക്കുകയോ ചെയ്യുക, സംസ്ഥാന സർവകലാശാലകളിൽ ഇടപെടുക, ദിവസേനയുള്ള ഭരണപരമായ കാര്യങ്ങളിൽ കൈകടത്തുക, അങ്ങനെ കുപ്രസിദ്ധമായിരുന്നു ഗവർണർമാരുടെ നടപടികൾ. ഒറ്റ വാക്കിൽ നമുക്കിതിനെയെല്ലാം ഭരണഘടനാ പ്രതിസന്ധി എന്ന് വിളിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു പതിറ്റാണ്ടിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയായിരുന്നു ഇന്ത്യയിലെ ഗവർണർമാർ. ഗവർണർമാരുടെ പേരിൽ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതി കയറി ഇറങ്ങുന്നതും ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കേരളവും തമിഴ്നാടും കർണാടകയും വെസ്റ്റ് ബംഗാളും മഹാരാഷ്ട്രയും ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് സംഘപരിവാറിന്റെ ഗവർണർമാർ ഈ ദുർനടപടികൾ നടത്തിയത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒക്കെ ഗവർണർമാർക്കെതിരായ ഹർജികൾ നിലവിൽ സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നുണ്ട്. ഫെഡറലിസം എന്നാൽ യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുകയാണ് എന്നാവും സംഘപരിവാർ ധാരണ. സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് സംഘപരിവാർ നടത്തുന്നതും ഇതുതന്നെയാണ്. ജനകീയമായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കുന്ന വെറും കേന്ദ്രത്തിന്റെ നോമിനികളായിട്ടാണ് ഗവർണർമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഗവർണർമാർ അവരുടെ ഭരണഘടനാ പദവികളും ഇടയ്ക്കിടെ മറന്നു പോകാറുണ്ട്. ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളോ ജനകീയ മാൻഡേറ്റുകളോ ഗവർണർമാർക്കില്ലെന്നത് അവർ ഓർക്കേണ്ടതാണ്. സുപ്രീം കോടതി സ്വാതന്ത്ര്യാനന്തരം സുപ്രധാനമായ പല വിധി പ്രസ്താവങ്ങളിലൂടെയും ഗവർണർമാർ മന്ത്രിസഭയുടെ ശുപാർശകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് ആവർത്തിച്ചിട്ടുള്ളതാണ്. ഈ അടുത്ത കാലത്ത് കേരള ഗവൺമെന്റിന്റെ ഗവർണർക്കെതിരായ ഹർജിയിന്മേൽ സുപ്രീം കോടതി ഗവർണറെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. നരേന്ദ്രമോദി സർക്കാർ ഭരണഘടനാ കടമകൾക്കപ്പുറം രാഷ്ട്രീയമായി തങ്ങൾക്ക് ആശ്വാസം നൽകിയ വ്യക്തികളെ പുനരധിവസിപ്പിക്കാനും അവർക്ക് പ്രത്യുപകാരം നൽകാനുമായി ഗവർണർ പദവികൾ പരിഗണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാർ മുതൽ രാഷ്ട്രീയ വിരമിക്കൽ അടുത്തവർ വരെ ഈ പദവികളിൽ സംഘപരിവാർ കുത്തിത്തിരികുകയുണ്ടായി. നമുക്ക് മുൻപിൽ ധാരാളം ഉദാഹരണങ്ങൾ കിടപ്പുണ്ട്. ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറായ സക്സേന കാരണം ഡൽഹി സർക്കാർ വ്യാപകമായ ഭരണ പ്രതിസന്ധിയാണ് ഈ കാലയളവിൽ നേരിട്ടത്. ഡൽഹി സർക്കാർ നിരന്തരം ഇതിനെതിരെ സുപ്രീം കോടതി കയറുകയും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയും ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയും മുൻ ബംഗാൾ ജഗദീപ് ധൻഖാറും നിരന്തരം ഏറ്റുമുട്ടുകയുണ്ടായി. മമതയുടെ ഭരണകാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടും റിപ്പോർട്ടുകൾ ആരാഞ്ഞും ഓഫീസർമാരെ നിത്യേന വിളിച്ചു വരുത്തിയും ഭരണസ്തംഭനത്തിന്റെ വക്കിലെത്തിയപ്പോൾ മമത പ്രതികരിച്ചത് ഞാൻ അയാളുടെ വേലക്കാരി അല്ല എന്നാണ്. ജഗദീപ് ധൻഖാറിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള കയറ്റം കേരള ഗവർണറെയും ഭ്രമിപ്പിച്ചിട്ടുണ്ടാകണം. കാരണം സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധികളുടെ കുത്തൊഴുക്കാണ് പിന്നീട് കാണാൻ സാധിച്ചത്. പല ആവർത്തി സർക്കാരും ഗവർണറും നേർക്കുനേർ വന്നു. സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ പുറത്താക്കുമെന്ന് പോലും ഗവർണർ ആഞ്ഞടിച്ചിട്ടുണ്ട്. സംസ്ഥാന നിയമസഭ പാസാക്കിയ അനേകം ബില്ലുകൾ ഗവർണർ ഈ കാലയളവിൽ തടഞ്ഞു വെച്ചു. ഗവർണർ ബില്ലുകൾ അനിശ്ചിതകാലം തടഞ്ഞു വെക്കുന്നതിൽ അതൃപ്തി പൂണ്ട സംസ്ഥാന സർക്കാർ ഇതിനെതിരെ സുപ്രീം കോടതി പോലും കയറുകയുണ്ടായി. കേരളവും ഗവർണർമാരും തമ്മിലുള്ള ചരിത്രപരമായ ഇടപാടിൽ സ്വാതന്ത്ര്യാനന്തരം തന്നെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് പോലും ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്.
ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിൽ ഏറ്റവും പുതിയ മാനം നൽകിയ ഒന്നായിരുന്നു സർവകലാശാലകളുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടത്. ഗവർണറുടെ ഇടപെടലുകളുടെ ഫലമായി സംസ്ഥാനത്തെമ്പാടും SFI പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ബാനറുകൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തിന്, നടു റോഡിൽ പോലും ഗവർണറുടെ കാറുകൾ തടയുന്ന അവസ്ഥയും ഗവർണർ റോഡിലിറങ്ങി പരസ്യമായി വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യങ്ങളിലേക്കും കേരളം എത്തിച്ചേർന്നു. ഇവയൊക്കെ സംസ്ഥാനത്തിനെ ഒരു അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിടാൻ കെൽപ്പുള്ളവയായിരുന്നു. BJPയുടെ രാഷ്ട്രീയ ഇടപെടൽ കേരള ഗവർണറുടെ ഓഫീസിൽ ഉണ്ട് എന്നതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ തെളിവായിരുന്നു BJP അംഗത്തെ രാജ്ഭവനിലെ സീനിയർ പോസ്റ്റിലേക്ക് നിയമിച്ചതും യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ പ്രതിഫലിച്ചതും. കേരളത്തിൻ്റെ സർവകലാശാലകളിൽ ഗവർണർ കൈകടത്തുകയും അകാരണമായി 15 വൈസ് ചാൻസലർമാരെ സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഇതുപോലെയുള്ള സമാനമായ പ്രശ്നങ്ങളാണ് തമിഴ്നാട് നേരിട്ടത്. തമിഴ്നാട് ഗവർണർ TN രവിയുടെ നടപടികളിൽ അതൃപ്തി പൂണ്ട സംസ്ഥാനം ഗവർണർക്കെതിരെ പ്രമേയം പോലും പാസാക്കുകയുണ്ടായി. തമിഴ്നാടിനെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ധാരാളം ബില്ലുകൾ ഗവർണർ തടഞ്ഞു വെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്തു. പഞ്ചാബ്, മഹാരാഷ്ട്ര, കർണാടക എന്നിങ്ങനെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെയും സമാനമായ പ്രശ്നങ്ങൾ ഗവർണർമാർ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതുമൂലം നിയമപരവും ഭരണപരവും നയപരവുമായി സംസ്ഥാനങ്ങൾ പ്രതിസന്ധിയിലായി. സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ചർച്ചകൾ ദിവസേന ഗവർണർ മുഖ്യമന്ത്രി പോരിലേക്ക് പലപ്പോഴും ചുരുങ്ങുന്ന അവസ്ഥയും ഉണ്ടായി. ഇതൊക്കെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇവയൊന്നും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളല്ല എന്ന്. ഇതിന് കൃത്യമായ അടിത്തറയുണ്ട്. ഗവർണർമാർക്ക് ഭരണഘടനാപരമായി അവരുടെ പരിമിതികൾ അറിയാഞ്ഞിട്ടല്ല. ഭരണഘടന വ്യക്തമാണ്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം പുറത്തു വന്ന വിഖ്യാതമായ സുപ്രീം കോടതി വിധികളുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ സംഘപരിവാർ പോളിസി മറ്റു പലതുമാണ്. രാഷ്ട്രീയപരമായി ഭരണം സാധ്യമാകാത്ത സംസ്ഥാനങ്ങളെ അവർക്ക് സാധ്യമായ ടൂളുകൾ ഉപയോഗിച്ച് പൊറുതിമുട്ടിക്കുക, സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധികൾ ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. അവരതിൽ വിജയിക്കുകയും ചെയ്തു. ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഗവർണർ പോലെ അത്യന്തം കൊളോണിയലും ജനാധിപത്യ വിരുദ്ധവുമായ ഒരു സ്ഥാപനം ഇനിയും വേണമോ എന്ന ചർച്ച മുഖ്യധാരയിൽ വന്നിട്ട് പതിറ്റാണ്ടുകളായി. ഇപ്പോൾ നാം വീണ്ടും അത് പുനർവിചിന്തനം നടത്തുന്ന സ്റ്റേജിലാണ്. സ്വാതന്ത്ര്യാനന്തരം സർക്കാരിയ കമ്മീഷൻ ഉൾപ്പെടെ നിലവിൽ വന്ന ഭരണപരിഷ്കാര കമ്മീഷനുകളൊക്കെയും ഗവർണറുടെ പദവിയിൽ വരുത്തേണ്ട അഴിച്ചുപണികളെക്കുറിച്ച് സമൂലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും നടപ്പിലായിട്ടില്ല. ഗവർണറെ ഇടയ്ക്കും മുറയ്ക്കും ഇന്ത്യക്കാർ ഭരണഘടനാപരമായി സംഭവിച്ച അബദ്ധം എന്ന് വിശേഷിപ്പിച്ചാലും ഇന്നത്തെ സംഘപരിവാർ ഇന്ത്യയിൽ അത് അബദ്ധമല്ല, ഏറ്റവും അപകടകരമായ അജണ്ടയാണ്. അത് ഫെഡറലിസത്തിൻ്റെ കടക്കലാണ് കത്തിവെക്കുന്നത്.